അള്ളാഹുയുടെ നിലനിർത്തുന്നത് ആലിമീങ്ങളിലൂടെ, സാദാത്തുക്കളിലൂടെ ആണ് എന്ന് നമുക്ക് മുൻകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബോധ്യമാവും. വലഖദ് സയ്യന്ന സമാ അദ്ദുന്യ ബിമസ്വാബിഹ് എന്നൊരായത്ത് സൂറത്തുൽ മുൽക്കിൽ നമ്മൾ ഓതാറുണ്ട്. നേരെ അർത്ഥം വെക്കുമ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നാനാകാശം, ദുനിയാവെന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശം നക്ഷത്രങ്ങൾ കൊണ്ട് നമ്മൾ ഭംഗിയാക്കി എന്നാണ്. ഇനി പറയാൻ പോകുന്ന ആശയവും ആ ആയത്തിന് അർത്ഥമായിട്ടുണ്ട്. ഈ ദുനിയാവിനെ ആലിമീങ്ങളെ കൊണ്ട് ഭംഗിയാക്കി പ്രകാശിപ്പിച്ചു എന്നും കാണാം. ഭൂമിയിൽ നിന്ന് ആകാശലോകത്തേക്ക് നോക്കുമ്പോൾ ഷൈനിങ് സ്റ്റാർസ്, തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പ്രത്യേകമായി കാണുന്നത് പോലെ ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ നോക്കുമ്പോൾ കാണുന്നതാണ് മുത്തഅല്ലിമീങ്ങളുടെയും ആലിമീങ്ങളുടെയും വീടുകൾ. ഒരു നാട്ടിൽ ദർസ് ഉണ്ടായാൽ, ഒരു നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടായാൽ ആ നാടിന് പ്രകാശം ഉണ്ടാകും. അൽ ഇൽമു നൂറുൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചവരാണ്. ഇൽമു എന്നുള്ളത് പ്രകാശമാണ്. ഈ ലോകത്തെ അള്ളാഹു പ്രകാശിപ്പിക്കുന്നത് ആലിമീങ്ങളെ കൊണ്ടാണ്. ആലിമീങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ദീൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഇസ്ലാം എങ്ങനെയാണ് ഉണ്ടാവുക? ആലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പല മുസ്ലിം പ്രദേശങ്ങൾ തന്നെ പ്രബോധനങ്ങൾ നടക്കാത്തതും വികസിക്കാത്തതും. കേരളവും നമ്മുടെ കർണാടകയുടെ ഏറെക്കുറെ ഭാഗങ്ങളും ഇത്രമേൽ പ്രകാശിച്ചു പോകുന്നത് ആലിമീങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആലിമീങ്ങളോട് ഹുബ്ബ് ഉണ്ടാവുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടാവൽ ആ നാടിന് ബറക്കത്താണ്. വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ളയുടെ ഫത്ഹുൽ ഇലാഹ് അഥവാ മിഷ്കാത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണാം. എന്താ അതിൻ്റെ അർത്ഥം? ഇൽമു പഠിക്കാൻ ഒരാൾ മുതിരുന്നത് അയാൾ ഈമാനോട് മരിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരാൾക്ക് നന്നായി പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ ഈമാനോട് മരിക്കും. ഈ ആശയം ഫൈലുൽ ഖദീറിൽ ഇമാം മുനാവി റഹിമഹുള്ളയും രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്റേത് തന്നെ ആയ തൈസീർ എന്ന കിതാബിലും ഈ ആശയം കാണാവുന്നതാണ്. എത്ര ബിരുദെടുത്താലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് താജുൽ ഉലമയുടെ, നൂറുൽ ഉലമയുടെ അനുസ്മരണ സദസ്സിൽ ആമുഖത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട തീരുമാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61-ാമത്തെ വയസ്സിൽ മുത്തഅല്ലിമായിരുന്നല്ലോ. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന പേരുള്ള മകൻ മരണപ്പെട്ടപ്പോൾ ജനാസ കർമ്മങ്ങളിലോ ദഫനിലോ കഫനിലോ ഒന്നിലും മഹാനവറുകൾ ഇടപെടുന്നില്ല. കുടുംബക്കാരെ ഏൽപ്പിച്ചിട്ട് ദർസിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറയാണ്, എൻ്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസ് മിസ്സായി പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. മൂത്തമ്മാന്റെ മോന്റെ അനിയത്തിന്റെ ഏട്ടന്റെ ഒരാൾ മരിച്ചു എന്ന് കേൾക്കണ്ട,
അപ്പോഴേക്ക് എന്നെ 3 ദിവസം ലീവാകുന്ന പുതിയ കാലത്ത് സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അബ്ദുറഹ്മാൻ അഹ്സനി വഫാത്തായപ്പോൾ ദർസിന് മുടക്കം വരാതെ, ഇബാദത്തിന് കുറവ് വരാതെ സമസ്തന്റെ അഭിവന്യ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന് എങ്ങനെ ഈ നിലപാട് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇമാം ഹാഫിൾ മുന്ദിരി റഹിമഹുല്ലാഹ് സ്വാഹിബു അത്തർഗീബ് വത്തർഹീബ്, മകൻ വഫാത്തായി മഹാന്റേത്, കുടുംബക്കാരെ ഏൽപ്പിക്കുകയാണ്. എന്തേ? ദർസിന് മുടക്കം വരുമോ എന്ന ഭയം. ഇൽമിനെ അതിരറ്റ് സ്നേഹിക്കണം, ഇൽമിന്റെ അഹ്ലുകാരോട് ഇഷ്ടം ഉണ്ടാവണം. വദാലിക അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ, അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളാണ് ജീവിതകാലത്ത് ദർസ്, പള്ളി ദർസ്, മുത്തഅല്ലിമീങ്ങൾ, തകാഫുൽ, സ്ഥാപനം, മുദരിസ് ഉസ്താദ്, ഉസ്താദുമാർ, അവരോടൊക്കെ ഹുബ്ബുണ്ടാവുക എന്നുള്ളത്. അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഹദീസിലുണ്ടല്ലോ, റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ളയാൾ. ശരീരമല്ല ബന്ധം ഉണ്ടാണ്ട്, ഹൃദയ. പള്ളിയിൽ ഉറങ്ങിയ ആൾക്ക് അർശിന്റെ തണല് എന്നല്ല എന്ന് ഈ ഹദീസിന്റെ ഷറഹിൽ തന്നെ കാണാം. ഇഅ്ലാമുസ്സാജിദ് ബി അഹ്കാമിൽ മസാജിദ് എന്നൊരു ഗ്രന്ഥമുണ്ട് ഇമാം സർകശി റഹിമഹുല്ലാഹ്. പിന്നെ എന്താ? പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണം, ജമാഅത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ പങ്കെടുക്കണം. പള്ളിയുടെ പെയിന്റ് അടിക്കുന്ന സമയമാണ്, പരിപാലനം നടക്കുന്ന സമയമാണ്, പള്ളിയുടെ ജനറൽ ബോഡിയാണല്ലോ, പള്ളി കമ്മിറ്റി കൂടണ്ടേ, പള്ളിയിൽ ഉസ്താദിന് സാലറി കൊടുത്തില്ലല്ലോ. പള്ളി പള്ളി പള്ളി. അയാളുടെ ഖൽബിൽ പള്ളിയാണ് ഏറ്റവും പ്രധാന പ്രമേയമെങ്കിൽ അയാൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നു. വിശദീകരണം ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഫൈലുൽ ഖദീറിൽ കൊണ്ടുവരുന്നു. ഇതേപോലെയാണ് ഇൽമിന്റെ അഹ്ലുകാർ. ഒരാൾക്ക് ഇൽമിന്റെ അഹ്ലുകാരോട് ഹുബ്ബുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുകയാണ്. ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ഇൽമിന്റെ അഹ്ലുകാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, ഹത്തൽ ഹൂത്സ്, മത്സ്യം വരെ എന്നാണ് പറയണത്. മത്സ്യം വരെ എന്ന് പറയണമെങ്കിൽ, ഒരു കാര്യത്തിന് ഗായത്തിട്ടിട്ട് പറയണമെങ്കിൽ, നിന്റെ ഭാര്യയോട് വരെ നീ ആ കാര്യം പറയരുത് എന്ന് പറയുമ്പോൾ, സാധാരണ നീ ഏത് കാര്യവും ഭാര്യനോട് പറയാൻ സാധ്യത ഉണ്ട് എന്നാണല്ലോ. ഇയാൾ വരെ പള്ളിയിൽ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇയാൾ സാധാ വരത്തില്ല, അയാൾ വരെ വരാൻ തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എന്തിനാ മത്സ്യം വരെ പൊറുക്കലിനെ തേടും എന്ന് പറയാൻ കാരണം? അതിന് ബിഗയത്തുൽ മുസ്തർശിദീൻ പറയുന്ന കാരണം, മത്സ്യത്തിന് ലിസാനില്ല, നാവില്ല. അപ്പൊ നാവില്ലാത്ത ആ ജീവി പോലും ഇയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. മത്സ്യത്തിന് നാവ് ഇല്ലാതിരിക്കാനുള്ള കാരണം മുക്കാശിഫത്തുൽ ഖുലൂബിൽ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്താ മത്സ്യം വരെ ഇയാൾക്ക് പൊറുക്കലിനെ തേടുന്നത്? ആലിം ഈ ഭൂമിയിൽ ജീവിച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരം ഉണ്ടാവും. ഒരു ജീവിയെ വെറുതെ കൊല്ലരുത്. അറവ് നടത്തുമ്പോൾ തന്നെ അതിനെ ബുദ്ധിമുട്ടിച്ച് മൂർച്ചയില്ലാത്ത കത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടോ അതിനെ പ്രയാസപ്പെടുത്തിയിട്ടോ അങ്ങനെ ഒരു ബലി നടത്തരുത്. ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ആലിമീങ്ങൾ ഉണ്ടാവണ്ടേ. ഒരാലിം ജീവിച്ചാൽ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഹദീസിൽ പറഞ്ഞത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ. നീ വലിയ ആലിമാവാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം, ഇൽമ കേൾക്കുന്ന ആളാവണം, ഇൽമിന്റെ അഹ്ലുകാരെ ഇഷ്ടം വെക്കുന്ന ആളാവണം.
വലാ തകുൻ ഖാമിസ എന്ന് പറഞ്ഞാൽ ഇൽമുമായി ബന്ധമില്ലാത്ത ആളാവരുത് എന്ന്. ഇൽമില്ലാതിരിക്കുമ്പോഴാണ് ബിദ്അത്തുകാരനാവുന്നത്. ഒരാൾക്ക് ഇൽമില്ലെങ്കിലാണ് ബിദ്അത്തുകാരനാവുക. ഖത്തറിലേക്കോ കുവൈത്തിലേക്കോ പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോഴേക്ക് ശിർക്കാവുന്നു. എന്തുകൊണ്ട്? ഇൽമില്ല. നീണ്ട താടി, പാൻ്റൊക്കെ ഉഷാറായിട്ട് മേലേക്ക് വന്നിട്ടുണ്ട്, താടി താഴേക്കും പോയിട്ടുണ്ട്. 2 CD 3 YouTube ലിങ്കോ കിട്ടുമ്പോഴേക്ക് മൂപ്പരുടെ മതം മാറിപ്പോയി. എന്തുകൊണ്ട്? ഇൽമില്ല. അതാ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ അസ്സവാജിർ എന്ന കിതാബിൽ പറഞ്ഞത്, ഒരാൾ സൂഉൽ ആഖിബ അഥവാ മോശം മരണം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാവും ചിലരുടെ ജീവിതത്തിൽ. അതെങ്ങനെ? അയാൾ ബിദ്അത്തുകാരനാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾക്ക് നല്ല മരണം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ ഈ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ ബിദ്അത്ത് കേരളത്തിലും അകത്തും പുറത്തുമെല്ലാം വിഷവിത്തുകൾ കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് നമ്മുടെ ഉലമാ സമസ്ത എന്നൊരു സംവിധാനം കൊണ്ടുവന്നത്. അതാണ് സമസ്ത രൂപീകരണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം, ബിദ്അത്തിനെ പ്രതിരോധിക്കൽ. കാരണം അവർ ഇസ്ലാമിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ടാണ് തറാവീഹ് മോഷ്ടിച്ചു, മരണ വീട്ടിലുള്ള സുഹൃതങ്ങൾ മോഷണം നടത്തി, കുനൂത്തില്ല, മന്ത്രമില്ല, ഉറുക്കെഴുത്തില്ല, ഇങ്ങനെയെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഈ മോഷണം നടത്തുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കണമെങ്കിൽ ഒരു സംഘടനാ സിസ്റ്റം ഇവിടെ വേണം. നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിൽ എത്ര കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്, എത്ര കോടിക്കണക്കിനുണ്ട്. കർണാടകയുടെയും കേരളത്തിന്റെയും എത്ര ഡബിൾ അവിടെ മുഅ്മിനീങ്ങളുണ്ട്. എന്തേ അവിടെ നമുക്ക് മുന്നേറ്റം പലപ്പോഴും സാധ്യമാവാതിരുന്നത്? അതിൻ്റെ കാരണം സംഘടനാ സിസ്റ്റം ഏറ്റവും മനോഹരമായി വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകാൻ സമസ്ത രൂപീകരണം ലക്ഷ്യം വെച്ച് മുന്നിലിറങ്ങിയ ആലിമീങ്ങളെ പോലെ നമുക്ക് ആരെയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് മദ്രസയും സംവിധാനങ്ങളും കേരളത്തിലേതുപോലെ കർണാടകയിലേതുപോലെ വേറെ എവിടെ ഉള്ളത്? ഇതാണ് നമ്മുടെ സംഘടനന്റെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ സംഘടനയിലൊന്നും അങ്ങനെ ഉഷാറായിട്ട് പ്രവർത്തിക്കൂല. നീ ഇപ്പൊ SSF ഇല്ലേ? ഇല്ല. SYS ഇല്ല. എന്തേ? ഞാൻ നിർത്തി. ഇതെന്താ ബിസിനസ്സാ നിർത്താന്? ദീനീ പ്രവർത്തനം ഉണ്ട്, ആരെങ്കിലും നിർത്തല്? നീ ഇപ്പൊ പള്ളിയിൽ വരത്തില്ല അസറിന്? ഇല്ല, ഞാൻ നിർത്തി. അങ്ങനെ ആരെങ്കിലും പറയോ? ഒരു ഇബാദത്തിന് തൗഫീഖ് കിട്ടിയിട്ട് ആരെങ്കിലും നിർത്തി വെക്കുവോ? അതെങ്ങനെ ഒരാൾക്ക് തോന്നുന്നത്? ഞാൻ അതിലേക്ക് വഴിയെ വരാം. അപ്പോ ഒരാളുടെ ഈമാനാവാൻ, ഒരാളുടെ തഖ്വയായി രൂപപ്പെട്ടു കൊണ്ടുവരാൻ വേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഇൽമ് എന്നുള്ളത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് ജീവനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ വലിയ ഹാജിയാരായിട്ട് കാര്യമുണ്ടോ? അയാൾ കോടീശ്വരനായിട്ട് കാര്യമുണ്ടോ ജീവനില്ലെങ്കിൽ? ഇല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു മഹൽ വ്യക്തിയുടെ പ്രതിമ ഉണ്ട് എന്ന് വിചാരിക്കുക. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത, ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരു പ്രതിമ, മഹാത്മാഗാന്ധിയുടെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ, ആരുടെയെങ്കിലും ആ സ്റ്റാച്യുവിന്റെ പ്രതിമയുടെ തൊട്ടിപ്പുറത്ത് LKGയിൽ പഠിക്കുന്ന ഒരു ചോട്ട മോന്, 4ാം വയസ്സിലോ 5ാം വയസ്സിലോ ഉള്ള മോന് സ്കൂൾ ബസ്സിന് കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു കാക്ക വന്നിട്ട് പറന്നിട്ട് കാഷ്ടിക്കണമെന്ന് ഈ കാക്കക്ക് തോന്നിയപ്പോ
പ്രതിമയുടെ തലയും കാണുന്നുണ്ട്, കുട്ടീൻ്റെ തലയും കാണുന്നുണ്ട്. ഏത് തലയിൽ ഇരുന്നിട്ടാ കാഷ്ടിക്കുക? ഈ പ്രതിമന്റെ തലയിൽ ഇരുന്നിട്ടേ കാഷ്ടിക്കൂ. എന്താ കുട്ടീൻ്റെ തലയിൽ ഇരിക്കാത്തത്? കുട്ടിക്ക് ജീവനുണ്ട്, പ്രതിമക്ക് ജീവനില്ല. ഇതേപോലെ ജീവനാകുന്ന ഇൽമ് നമ്മുടെ തലയിലുണ്ടെങ്കിൽ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി, കള്ളത്തൊരീക്കത്തിന്റെ ഒരു കാഷ്ടവും മൂത്രം ഇങ്ങോട്ടേക്ക് പോരൂല. ജീവൻ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഉസ്താദേ അതും ശരിയാണ്, ഇതും ശരിയാണ്, മറ്റേതും ശരിയാണെന്നൊക്കെ ഇയാൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ചിലപ്പോ വിദേഹത്തുകാരനൊക്കെ ആയി തിരിച്ചു വരുന്നത്. കാരണം അയാൾക്ക് ഇൽമില്ല. ഞാൻ ആദ്യം തന്നെ ഈ വിഷയം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നാട്ടില് മദ്രസയും ദർസും ഏറ്റവും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ചും നാട്ടുകാർ മൊത്തത്തിലും എപ്പോഴും ജാഗ്രത ഉള്ളവരാവണം. ഈ ജീവനാകുന്ന ഇൽമങ്ങാനും നാട്ടിൽ നിന്ന് ഇല്ലാതായാൽ പിന്നെ ഇവിടെ കുട്ടിച്ചോറായി മാറും. പിന്നെ ആർക്കും എന്തും ചെയ്യാമെന്ന് തോന്നും. ഒറ്റക്കിരിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കരുതെന്നും ഹറാമുകളിൽ പെടരുതെന്നും ഒക്കെ ചിന്ത വരണമെങ്കിൽ കുട്ടികളുടെ തലയിൽ അള്ളാഹുവിനോടുള്ള പേടി ഉണ്ടാവണം, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതിന് ഇൽമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. CCTVയും നിയമപാലകരുമാണോ തെറ്റുകൾ ഇല്ലാതാക്കുന്നത്? ഒറ്റക്കിരുന്നിട്ട് എന്തൊക്കെ തെറ്റ് ചെയ്യാം? ഇനി ഒന്നുമില്ല. ഉദാഹരണത്തിന് ഇസ്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരവയവം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അവയവമാണ് നാവ്. എന്താ പറയാൻ കാരണം? അമേരിക്കയിലുള്ള ആളെയും ഇവിടുന്ന് ഗീബത്ത് പറയാൻ പറ്റും. അതിപ്പോ CCTV ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ അവനവനിക്ക് തഖ്വ ഉണ്ടാവണമെങ്കിൽ അവിടെ ജീവനാകുന്ന ഇൽമ ഉണ്ടാവണം. ആലിമീങ്ങൾക്ക് അതാണ് അല്ലാഹു വലിയ പവർ കൊടുത്തത്. ഇവിടെ ഒരു വലിയ മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ ആർട്സ് ആൻഡ് സയൻസ് പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു കോളേജ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവിടെ തൂപ്പുകാരിയായി ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ ജോയിൻ ചെയ്തു 2015. 2025 മുപ്പത്തിയുടെ സാലറി 15,000 രൂപയാണ്. സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടായിരുന്നത് 5,000 ആണ്. വർഷാവർഷം 1000 രൂപ ഇങ്ങനെ സർവീസ് ചാർജ് ആയിട്ട് കൂടി ഇപ്പൊ 15,000 ആണ് സാലറി 2025. അപ്പോഴാണ് അവിടെ ഒരു ലെക്ചർ ജോയിൻ ചെയ്യുന്നത്. ആർട്സ് ആൻഡ് സയൻസിൽ ഡിഗ്രിയും PGയും B.Edഉം സെറ്റും നെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ജോയിൻ ചെയ്തു. അയാളുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ എത്രയെന്നറിയോ? 50,000, 1,00,000. ഈ പെണ്ണുങ്ങൾ 10 വർഷം ജോലി ചെയ്തിട്ട് ഇപ്പൊ എത്ര സാലറി? 15,000, 15,000 നടത്തും. ഇയാൾക്കോ സ്റ്റാർട്ടിങ് സാലറി തന്നെ 50,000, 1,00,000. എന്താ അതിന്റെ കാരണം? വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. വിവരമുള്ളവർക്ക് അങ്ങനെയാണ്. ഇത് ദുനിയാവും തന്നെ ഇങ്ങനെയാണെങ്കിൽ ആഖിറത്തിൽ എങ്ങനെയായിരിക്കും? ഹാജിയാര് സ്വർഗത്തിലെത്തിയാൽ ഒരു ഉസ്താദിനെ കാണണമെങ്കിൽ പിന്നെയും വർഷങ്ങൾ സഞ്ചരിക്കണം എന്നാ. വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. ആലിമീങ്ങളെ പവർ എത്ര! ആലിമീങ്ങൾ കിട്ടുന്ന പവർ എത്ര! അതാണ് ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ലാഹ് പറയും, എവിടെ പോന്നു? സ്വർഗത്തേക്ക്. അതിനാ ഇത്ര പെട്ടെന്ന് പോകുന്നു? അതെ, പോകണ്ടേ? ഇഷ്ടപ്പെട്ടവരെയൊക്കെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ എത്തിച്ചിട്ട് പോയാ പോരെ. അൽ ഉലമാഉൽ ആമിലൂൻ. അല്ലാഹ് നമ്മളെ മക്കളെയൊക്കെ നല്ല ആലിമീങ്ങളാക്കി തരണേ റഹ്മാനെ. ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നമ്മളെല്ലാവരെയും ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. കൂട്ടുകാരെ, നമ്മൾ നന്നായി ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും നാട്ടിൽ അതുണ്ടാവാൻ ശ്രമിക്കുകയും വേണം. ഓരോ പരിപാടിക്കും അൾട്ടിമേറ്റ് ആയ ഒരു ഗോൾ ഉണ്ടാവും. താജുൽ ഉലമയെ, നൂറുൽ ഉലമയെ അനുസ്മരിക്കുമ്പോൾ ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത് നമ്മളെ നാട്ടിൽ കുറെ ആലിമീങ്ങൾ വേണം എന്നുള്ളതാണ്.
റബീഅത്തുർ റൈ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ചരിത്രം വഫായാത്തുൽ അയാനിലും തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബറയിലും തദ്കിറത്തുൽ ബുൽഖീനിയിലൊക്കെ കാണാം. എന്താ ആശയം? ഫറൂഖ് എന്ന് പേരുള്ള ഒരാൾ, ഫറൂഖ്, അദ്ദേഹം വീട്ടിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോ ഭാര്യ ഗർഭിണിയാണ്. ഭാര്യക്ക് 30,000 ദിർഹം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ നല്ല ആലിമാക്കണം, ആരാണെങ്കിലും നല്ലോണം പഠിപ്പിക്കണം, അതിന്റെ ചെലവൊക്കെ ഇതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. ഫറൂഖ് നാടുകളൊക്കെ ചുറ്റി കച്ചവടങ്ങൾ ചെയ്തു, പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ദീർഘകാലത്തിന് ശേഷം, 27 കൊല്ലത്തിന് ശേഷം വീട് പരതി പിടിച്ചുകൊണ്ട് വീട്ടിന്റെ വാതിൽ ഇങ്ങനെ കുന്തം കൊണ്ട് മുട്ടി. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പുറത്തു വന്നിട്ട് ചോദിച്ചു, എന്താ എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കണത്? നിന്റെ വീടോ? എന്റെ വീടാണല്ലോ. എന്നിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങോട്ട് ഡയലോഗോ? നിങ്ങളാരാ? ഈയാരാ? വാഗ്വാദങ്ങളായി, സംവാദങ്ങളിലെത്തി. നാട്ടുകാർ മുഴുവൻ ഒരുമിച്ച് കൂടി മസ്ലഹത്തിന്റെ ചർച്ചകളിലേക്ക് നീങ്ങുമ്പോഴാണ് ഉള്ളിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം. ഉള്ളിൽ നിന്ന്, പെണ്ണ് പുറത്തല്ല ഇറങ്ങേണ്ടത്, അത് ഹിജാബിനായാലും ശരി അല്ലെങ്കിലും ശരി, പെണ്ണ് ഉള്ളിൽ. ഉള്ളിൽ നിന്നൊരു ശബ്ദം. ഇതാ ശബ്ദം. നാട്ടുകാരെ അസംബ്ലി പിരിച്ചുവിട്ടിരിക്കുന്നു. മസ്ലഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ വന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ഇതെന്റെ മോനാണ്. 27 കൊല്ലം മുമ്പ് ഞാൻ ഗർഭിണിയായിരിക്കെ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞു പോയതാണ്. പിറ്റത്തെ കൊല്ലം ഞാൻ പ്രസവിച്ചു. ഇപ്പൊ എൻ്റെ മോനിക്ക് 26 വയസ്സായി. അത് വാപ്പയാണെന്നും മോനാണെന്നും പരസ്പരം തിരിച്ചറിയാത്തതുകൊണ്ട് ചണ്ട കൂടുന്നതാണ്. അവർ ഉപ്പിയും മോനുമാണ്. നിങ്ങൾ പോയിക്കോളി. അറിഞ്ഞപ്പാടെ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകി മാപ്പ് പറഞ്ഞ് മകൻ പുറത്തേക്ക് പോയി, വാപ്പ ഉള്ളിലേക്കും കയറി. കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഫറൂഖ് എന്ന് ഇയാൾ ഭാര്യയോട് ചോദിച്ചു, ഞാൻ മുമ്പ് തന്ന ആ 30,000 ദിർഹം എവിടെ? ഷോ മനുഷ്യ കയറി വന്ന ആളുടെ ഇതാ ചോദിക്കണം. അതൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയിലൊക്കെ പോയി ഒന്ന് നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് പോരി. അന്നിങ്ങനെ ഫ്രഷായി, മദീനത്തെ പള്ളിയാണല്ലോ. നിസ്കരിക്കാനൊക്കെ പോയപ്പോഴാണ് അത്ഭുതം കാണുന്ന. ആയിരക്കണക്കിന് ആലിമീങ്ങൾ പങ്കെടുക്കുന്ന പണ്ഡിത ദർസ്. മുഹീസുന്ന പൊന്മൾ ഉസ്താദൊക്കെ നേതൃത്വം നൽകും പോലെ, കോട്ടൂർ ഉസ്താദൊക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിത ദർസ് കണ്ടില്ലേ? ചെറുശോൽ ഉസ്താദൊക്കെ നേതൃത്വം നൽകും പോലെ ആലിമീങ്ങൾക്ക് ദർസ്. ദർസ് കേൾക്കുന്നത് ആരെല്ലാന്നറിയോ? ഇമാം മാലിക് റളിയല്ലാഹുവിനെ പോലുള്ള വലിയ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഫറൂഖ് ചിന്തിച്ചു, അപ്പൊ ഉസ്താദിന് എത്ര പവർ ഉണ്ടാവും? ആലിമീങ്ങൾ തന്നെ വലിയ വലിയ ബഹർ പോലത്തെ ആലിമീങ്ങളാണ് ഇവിടെ ശിഷ്യന്മാരായിട്ടുള്ളത്. അങ്ങനെ ആരാണ് ഈ ദർസ് നടത്തുന്നത്? ഇങ്ങനെ നോക്കുമ്പോൾ ദർസ് നടത്തുന്ന മുദരിസ് ഇങ്ങനെ തല കുനിച്ചുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് താഴോട്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് നേരത്തെ എൻ്റെ വൈഫ് നിങ്ങളെ മോനാണ് എന്ന് പരിചയപ്പെടുത്തിയ എൻ്റെ പൊന്നുമോനാണ് ഇത്രയും വലിയ ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നത്. കരഞ്ഞുപോലെ സന്തോഷം കൊണ്ട് വീട്ടിൽ കോടി. വൈഫിനോട് പറഞ്ഞു, ഒരത്ഭുതം കണ്ടു മോളെ. എന്താ അത്ഭുതം? നമ്മുടെ പൊന്നുമോന് ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നു. ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 30,000 ദിർഹം നിങ്ങൾ അന്ന് തന്ന് ഏൽപ്പിച്ച് 27 കൊല്ലം മുമ്പ് ആ പണം വെക്കേണ്ടടുത്ത് തന്നെയല്ലേ ഞാൻ വെച്ചത് അല്ലേ? ശരിയല്ലേ? കർട്ടന്റെ അപ്പുറത്തുള്ള താത്താമാരോടാണ് ഈ വർത്താനം. നിങ്ങൾക്ക് ആ ഉമ്മയാവാൻ കഴിയുമോ? മുമ്പിലിരിക്കുന്ന പുരുഷന്മാരോടാണ് ചോദ്യം. നമുക്കിങ്ങനെ ഒരു ആലിമായ മോന് വേണ്ടേ? വേണം. അങ്ങനെ നമ്മുടെ ഒരു മോൻ ഒരു സഖാഫിയായാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണറയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ മണ്ണറ മണിയറയാക്കി തരാൻ അതാ ആ ബാച്ചിലെ 2020 ബാച്ചിലെ സഖാഫിമാരാകുന്ന ധാരാളം ആലിമീങ്ങൾ ഈ കൂട്ടുകാരന്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ വന്ന് ആലിമീങ്ങൾ അതാ 4 ഭാഗത്തുനിന്നും മയ്യത്ത് കട്ടിൽ എടുക്കുന്നു.
എങ്കിൽ അവിടെ മലക്കുകളുടെ ചിറകിന്റെ താഴ്ത്തലുണ്ടാവും. നമ്മുടെ ലാസ്റ്റത്തെ യാത്ര ഇപ്പൊ ആലിമീങ്ങളുടെ തോളത്താണെങ്കിൽ പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? നിസ്കാരം പോലും കൃത്യം നിർവഹിക്കാത്ത ആളാണ് നമ്മുടെ മയ്യത്ത് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു അവസ്ഥ. എടുക്ക് പിടിക്കുക. ഇതെന്താ നെയ്ച്ചോറിന്റെ ചാക്കിന്റെ അരിയ? ശക്തിയുള്ളവൻ എടുക്കേണ്ടതൊന്നും അല്ല മയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇതങ്ങനെ കെട്ടെടുക്കലല്ലോ, വലിയ മഹത്വമുള്ള ഒരു ഇബാദത്തല്ലേ അത്. എത്ര ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാവുന്ന ഒരു സുഹൃത്താണത്. നല്ലോര് നമുക്ക് മയ്യത്തിസ്കരിച്ച് കിട്ടണം, നല്ലോര് നമുക്ക് ദ്വാർന്ന് കിട്ടണം, നല്ലോര് നമ്മുടെ മയ്യത്ത് ചുമക്കണം, നല്ലവർ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കണം. കിതാബുകൾ പറഞ്ഞല്ലോ, മയ്യത്ത് എല്ലാം തിരിച്ചറിയും. ആരാണ് എന്നെ കുളിപ്പിച്ചത്, ആരൊക്കെയാണ് എൻ്റെ പരിസരത്ത് വന്നത്, ആരാണ് എനിക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്, ഇതൊക്കെ മയ്യത്ത് അറിയും. അതുകൊണ്ട് ഇഖ്ലാബും ഇദ്ഗാമും ഇഖ്ഫാവും ഇദ്ഗാമും ബിലാഉന്നയും ഇൽഹാറൊക്കെ അറിയുന്ന മക്കൾ നമുക്കുണ്ടാവണം. അതാണ് ഇൽമിന്റെ അഹ്ലുകാർ ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇതാണ് ഈ രണ്ട് ആലിമീങ്ങളുടെ അനുസ്മരണ സദസ്സിൽ ആമുഖത്തിലേ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.